എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നതേ തെങ്ങിന് എങ്ങനെ നല്ലൊരു ജൈവവളം, പ്രത്യേകിച്ച് വാഴത്തണ്ട് ഉപയോഗിച്ചും അതുപോലെ തന്നെ വാഴ ഇല ഉപയോഗിച്ചും എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. തെങ്ങിന് ഇടവിളയായിട്ടേ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൃഷിയാണ് വാഴക്കൃഷി. വാഴക്കുല വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാഴത്തണ്ടും വാഴയിലയും കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നേ ഒരു ഞാലിപ്പൂവിൻ്റെ കൊല വെട്ടുന്നേ കേട്ടോ. അത് ഏകദേശം ഒരു 8-9 കിലോയോളം അടുത്തുണ്ടായിരുന്നു. അതിനെനിക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് 45 രൂപയോളം കിട്ടും കേട്ടോ, 1 കിലോയ്ക്ക്. ഇത്തവണ കുട്ടനാട്ടിൽ 4 തവണയാണ് വെള്ളം കയറിയത്. അതിലൂടെ നമ്മുടെ കുറേ വാഴകൾക്ക് സംഭവിച്ച മാറ്റങ്ങൾ ഞാനൊരു വീഡിയോ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ വേസ്റ്റും നമ്മൾ ജൈവവളം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇവയെല്ലാം നമ്മൾ കൂന കൂട്ടിയാണ് ഇടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇടുന്ന ലെയർ എപ്പോഴും ചെറുതായിട്ട് അരിഞ്ഞിടുന്നതായിരിക്കും ബെറ്റർ. കാരണം പ്രോസസ്സിങ് വളരെ വേഗത്തിൽ നടക്കാൻ അത് നമ്മളെ സഹായിക്കും. ഓരോ ലെയർ ഇട്ട് കഴിയുമ്പോഴും അതിൻ്റെ കൂടെ ചാണക ലെയർ ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ വിരകൾ കൂടുതലും ഇതിൽ വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഓൾറെഡി ജൈവവളം ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഇടുന്നത്. അതുകൊണ്ടാണ് വാഴത്തണ്ട് ഇതേ നീളത്തിലെടുക്കുന്നത് കേട്ടോ. ആദ്യമായി ചെയ്യുന്നവരെപ്പോഴും ചെറുതാക്കി അരിഞ്ഞിടാൻ ശ്രദ്ധിക്കണം. ഏകദേശം ഒരു 3 മാസത്തിൽ മേളിലെടുക്കും കേട്ടോ ഇതിൻ്റെ പ്രോസസ്സ് ഒന്ന് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളിത് ഇട്ട ശേഷം അല്ലെങ്കിൽ കൂന കൂട്ടി ഇട്ട ശേഷം ഒന്ന് മൂടിയിടുന്നതും വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇതാണ് എൻ്റെ ജൈവവളം. അപ്പം ഇതിൽ ഒരുപാട് വിരകളുണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ ഇതിനകത്തൂടെ തന്നെ കാണിക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.